ഹായ് ഓൾ, സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് ബീഹാർ, വിജയിച്ചത് മഹാരാഷ്ട്ര. വേദിയായത് ബീഹാർ, വിജയിച്ചത് മഹാരാഷ്ട്ര. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഈസിനെറ്റ്. ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയും വെബ് ആപ്ലിക്കേഷനുകളുടെയും യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഈസിനെറ്റ്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രഭാവർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് ശശി തരൂർ. അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് ശശി തരൂർ. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് മരിയാഞ്ചല ഹംഗറിയ. 2025 വേൾഡ് ഫുഡ് പ്രൈസ് നേടിയത് മരിയാഞ്ചല ഹംഗറിയ, ബ്രസീലിയൻ വനിതയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സി-വിജിൽ. നിലവിലെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നമ്മുടെ ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. തീം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. തീം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയ. തീം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2024 കേരള പ്രഭ പുരസ്കാരം നേടിയവർ 2 പേര്. എസ് സോമനാഥ്, മുൻ ISRO ചെയർമാൻ. രണ്ടാമത്തെ വ്യക്തി പി ഭുവനേശ്വരി, കാർഷിക വിദഗ്ധ. 2024 കേരള പ്രഭ പുരസ്കാരം നേടിയത് എസ് സോമനാഥ്, പി ഭുവനേശ്വരി. 2024 കേരള ജ്യോതി പുരസ്കാരം നേടിയത് MK സാനു. 2024 കേരള ജ്യോതി പുരസ്കാരം നേടിയത് MK സാനു. 2024 കേരള ശ്രീ പുരസ്കാരം നേടിയവർ കലാമണ്ഡലം വിമല മേനോൻ, കല. ഡോക്ടർ TK ജയകുമാർ, ആരോഗ്യം. നാരായണ ഭട്ടതിരി, കാലിഗ്രാഫി. സഞ്ജു സാംസൺ, കായികം. ഷൈജ ബേബി, സാമൂഹ്യ സേവനം. VK മാത്യൂസ്, വ്യവസായം വാണിജ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയിയാണ് കാരിച്ചാൽ ചുണ്ടൻ. 2024 നടന്നത് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി, വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടൻ. താങ്ക് യു.